നമസ്കാരം. കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സിഎംആർഎൽ എക്സാലോജിക്ക് വിവാദത്തിലിട്ടി. വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ദുബായിലേക്ക് 85 ലക്ഷം രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. വിദേശത്തേക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് വീണയ്ക്കെതിരെ ഫെമ കുറ്റം ചുമത്താൻ ഇഡി നീക്കം ആരംഭിച്ചിട്ടുണ്ട്. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയിലെ കൈയെഴുത്തു കണക്കുകളിൽ 20 കോടി 5 ലക്ഷം രൂപയുടെ സമാന ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേസിൽ വീണയുടെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇഡി നിയമോപദേശം തേടിയിട്ടുണ്ട്. സിഎംആർഎൽ നൽകിയ തുക വീണയുടെ അക്കൗണ്ടിലെത്തുകയും അവിടെ നിന്ന് റിയാസിന്റെ അക്കൗണ്ടിലേക്കും മറ്റു പല വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്കും മാറ്റിയതായും ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് റിയാസിനോട് വിശദീകരണം തേടിയിരുന്നെങ്കിലും തൃപ്തികരമായ മറുപടി നൽകാൻ സാധിച്ചിരുന്നില്ല. 2021 തിരഞ്ഞെടുപ്പ് വേളയിൽ വീണയുടെ അക്കൗണ്ടിൽ നിന്ന് റിയാസിന്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട്. റെയ്ഡ് വേളയിൽ പിടിച്ചെടുത്ത സിം കാർഡിന്റെ വിവരങ്ങളും കേസിൽ വഴിതിരിവാകാൻ സാധ്യതയുണ്ട്. റിയാസിന്റെ സുഹൃത്തായ നന്ദുലാൽ എന്നയാളുടെ പേരിലാണ് ഈ സിം കാർഡ് എടുത്തത്. വിദേശത്തേക്ക് ഇന്റർനെറ്റ് കോളുകൾ വിളിക്കാനായാണ് ഈ സിം ഉപയോഗിച്ചിരുന്നതെന്നാണ് ഏജൻസിയുടെ സംശയം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.